Hello guys, welcome back to my YouTube channel Meenu's Vlog and Allu's Vlog. ടൈം ഇപ്പോൾ 12:25 ആയിരിക്കുന്നു, അതായത് 12:30 ആവാൻ കുറച്ച് സമയം കൂടി മതി. എല്ലാവർക്കും എൻ്റെ വക ഗുഡ് മോർണിംഗ് ഗായ്സ്. അയ്യോ തെറ്റിപ്പോയല്ലോ. എല്ലാവർക്കും എൻ്റെ വക ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ്. കാരണം ഇപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ ആയിരിക്കുന്നു, 12:30 ആയിരിക്കുന്നു ടൈം. ഒരുപാട് ദിവസമായി ഞാൻ യൂട്യൂബിൽ വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു വ്ളോഗ് അപ്ലോഡ് ചെയ്യാമെന്ന്. സ്കൂളിലെ ഫസ്റ്റ് ടെർമിനൽ എക്സാം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. എക്സാമൊക്കെ എനിക്ക് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി വ്ളോഗാണ്. നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അല്ലിക്കുട്ടി വീഡിയോയ്ക്ക് വേണ്ടി പോസ്റ്റ് ഇട്ട് നിൽക്കാമല്ലോ കേട്ടോ. എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചിട്ട് കള്ളത്തരം കാണിച്ച് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അത് അല്ലിക്കുട്ടി കാണിച്ച കുരുത്തക്കേടാണ് കേട്ടോ ഇത്. ഇന്നത്തെ ദിവസം അല്ലിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് ജോലിയാണ് ഇത്. എൻ്റെ കളറിംഗ് ബുക്കും കളറിംഗ് പെൻസിലൊക്കെ അത് ഇതുപോലെ എടുത്ത് താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി വെക്കുമായിരുന്നു ഞാൻ. കുഞ്ഞിലെ ഞാൻ ഇതുപോലെ കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അമ്മ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് പറയാറുണ്ടായിരുന്നു ഭയങ്കര കുരുത്തക്കേടായിരുന്നു മീനൂസ് എന്ന്. എന്നെപ്പോലെ തന്നെയാണല്ലോ എൻ്റെ അനിയത്തിയും, അതുപോലെ തന്നെ ഭയങ്കര കുരുത്തക്കേടാണ് നമ്മുടെ അല്ലൂസിന്. ഞാൻ അമ്മയെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കുഞ്ഞിലെ കടിച്ച് പറിക്കാറൊക്കെ ഉണ്ടോയെന്ന്. പക്ഷെ അമ്മ പറഞ്ഞ് കടിച്ച് പറിക്കാറൊന്നും ഇല്ലെന്ന്. പക്ഷെ അല്ലൂസിന് ഭയങ്കര കടിയാണ്, അടിയാണ്, നുള്ളാണ്, പിച്ചാണ്. എൻ്റെ മുന്നും എനിക്കറിഞ്ഞൂടെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലിട്ട മൈലാഞ്ചി. ഞാൻ ഇട്ടതല്ല, എൻ്റെ ചേച്ചി എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നതാണ്. ഈ ഒരു സൈഡിലായിട്ട് ഞാൻ അല്ലൂസ് എന്നൊക്കെ എഴുതി കൊടുത്ത് കുറച്ച് ഡിസൈനൊക്കെ ചെയ്തൊരു ഹാർട്ടൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മൈലാഞ്ചിക്ക് നിങ്ങൾ എത്ര റേറ്റ് ചെയ്യും, എത്ര മാർക്ക് കൊടുക്കും എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അല്ലൂസിന് അച്ചാമ്മ അതേ കുറുക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കൊണ്ടാണ് ഞാൻ റൂമിലെല്ലാം ക്ലീൻ ചെയ്തത്. ഇവളുണ്ടെങ്കിൽ ഒന്നും ക്ലീൻ ചെയ്യാൻ സമ്മതിക്കില്ല ഗൈസ്. അപ്പം ഞാൻ വേഗം തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ടായിരുന്നു, നല്ല വെയിലും ഉണ്ടായിരുന്നു. എനിക്ക് അമ്മ പറഞ്ഞു തരാറുണ്ട് കേട്ടോ, വെയിലും മഴ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ കുറുക്കൻ്റെ കല്യാണമാണെന്ന്. അതെന്തുകൊണ്ടാണെന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്, എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അപ്പം ഞാൻ അതായിരുന്നു ഇപ്പോൾ ഓർത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നേരം പ്രകൃതി ഭംഗി ഇങ്ങനെ ആസ്വദിക്കാൻ വേണ്ടി കുറച്ച് നേരം വെളിയിലോട്ടൊക്കെ വായി നോക്കിയിരുന്നു. കുറച്ച് നേരം ഇങ്ങനെ ഇപ്പോൾ വെയിൽ പോയി മഴ വന്നു, മഴ വന്നു വെയിൽ പോയി. മഴക്കാറുണ്ടായിരുന്നു ചെറുതായിട്ട്, പക്ഷേ മഴ പൊടിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അല്ലിക്കുട്ടി ബെഡ്റൂമിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുന്നു. ഓടി വന്ന് കട്ടിലിൽ കയറിയിരുന്നു കേട്ടോ. എന്നിട്ട് എൻ്റെ ബുക്കും പെൻസിലും കളറും ഒക്കെ എന്തെന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര അലമ്പായിരുന്നു ബുക്കും പെൻസിലൊക്കെ കാണാത്തതിന്. അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ആഡ് ചെയ്യാത്തത്. ഭയങ്കര കരച്ചിലെന്ന് വെച്ചാൽ ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പം കരഞ്ഞ് വയ്യാണ്ടായി. അതുകൊണ്ട് അവൾ കരച്ചിൽ നിർത്തി. പിന്നെ പെൻസിലും പേന ഞാൻ കൊടുക്കത്തില്ല നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് എൻ്റെ അടുത്ത് പിണക്കത്തില്ലായിരുന്നു. ആ പിണക്കം തീർക്കാൻ വേണ്ടിയിട്ട് അവളുടെ കൂടെ വന്ന് കിടന്നേ ഞാൻ. എൻ്റെ പൊന്നും എനിക്കറിഞ്ഞൂടെ എന്നെ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടോ കേട്ടോ. പിണക്കം ആയതുകൊണ്ട് ഇങ്ങനെ മാറി മാറി പോകണ്ടായിരുന്നു. മാക്സിമം ഞാൻ അവളെ പിടിച്ച് വെച്ച് ആ പിണക്കം ഒന്ന് മാറ്റാൻ നോക്കി. ഞാൻ വീഡിയോയിൽ ചെയ്യുന്ന പോലൊക്കെ ഞാൻ അവളെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും സമ്മതിക്കത്തില്ല കേട്ടോ. മിണ്ടത്തേ ഇല്ലെന്നും പറഞ്ഞ് ഇങ്ങനെ മാറിപ്പോയി കിടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് ഇങ്ങനെ പോയി. പിന്നെ വീണ്ടും കൂടെ വന്ന് കിടന്നപ്പം പിന്നെ ചവിട്ടായി, അടിയായി, നുള്ളായി. അയ്യോ ഓടിക്കോ ഓടിക്കോ എന്നും പറഞ്ഞായിരുന്നു. വിടിലിടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെൻസിലും മേലെ ഞാൻ കൊടുക്കാത്തതിൻ്റെ ചെറിയൊരു ദേഷ്യവും റിവെഞ്ചുമാണ് ഇപ്പോൾ ഇവൾ എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചവിട്ടും അടിയൊക്കെ ശരിക്കും കിട്ടി. ഞാൻ എണീറ്റ് ഓടി എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നീ വീണ്ടും വാടിയെന്നും പറഞ്ഞത് ഇങ്ങനെ എന്തോ ഒരു ലുക്കിലിരിക്കുകയായിരുന്നു. നീ ഇങ്ങോട്ട് വാടി, എന്നെ ചവിട്ടിക്കൂട്ടി അപ്പുറത്ത് കളയെന്നൊക്കെ പറഞ്ഞതേ എന്താ പറയുക, ഒരു ഭയങ്കര റിവെഞ്ച് തീർക്കുന്ന രീതിയിൽ അവളിങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ റിവെഞ്ച് തീർത്തതേ അവസാനം പാട്ടൊക്കെ പാടിയിരിക്കുക. ഞാൻ വിട്ടുകൊടുക്കില്ല, എനിക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അവളുടെ നിന്ന് അടിയിൽ നിന്നുള്ള മേടിക്കാൻ അവളുടെ കൂടെ പോയി കിടന്നു. പിന്നെ ഭയങ്കര കരച്ചിലായിട്ട് നമ്മുടെ അല്ലൂസ്. ചവിട്ടടിയും കിട്ടാത്തത് എന്തായാലും ഭാഗ്യമായി പോയി എന്ന് പറയുന്നു. അവിടെ കാലി പിടിച്ച് വലിക്കുന്നു, കൈ പിടിച്ച് വലിക്കുന്നു, ഇവിടെ വാടി എന്നൊക്കെ പറഞ്ഞ് മാക്സിമം അവളെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ്. അവളുടെ വായിരിക്കുന്നതും കൈ ഇരിക്കുന്നതും ഒക്കെ കിട്ടിക്കഴിഞ്ഞാലേ എനിക്ക് സമാധാനം വരത്തുള്ളൂ. എത്ര കിട്ടിയാലും മതിയാവില്ലേ എന്നായിരിക്കും നിങ്ങളിപ്പം ചോദിക്കുന്നത്. പിന്നെ അതേ കുറേ കഴിഞ്ഞപ്പോൾ എണീറ്റിരിക്കുന്നു, കിടക്കുന്നു, എന്തുവാന്ന് അറിയത്തില്ല. ഈ ഒരു സാധനം കാണിച്ചാൽ ഇവക്ക് ഭയങ്കര പേടിയാട്ടോ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ
ഡൈനോസർ ഗൈസ്. ഇതൊരു ടെൻ്റാണ് സംഭവം. ഇത് കാണിച്ചാൽ ഇവളൊരു മൂലയ്ക്ക് പോയിരുന്നാണ്, കണ്ടില്ലേ, ഭയങ്കര പേടിയാണ്. ഒരുപാട് ഞാൻ എന്തായാലും പേടിപ്പിക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ ഇത് ടെൻ്റാണ് ഗൈസ്. ഇത് സംഭവം ടെൻ്റാണ്. ഇത് ടെൻറ്റ് മാത്രമല്ല, ഇതിൻ്റെ കൂടെ വേറെ കുറച്ച് സംഭവങ്ങളും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഒരു സെറ്റ് ടോയ്ക്കകത്ത് വരുന്ന ടെൻറ്റാണിത്. ജിറാസിക് തീമിൽ വരുന്നതാണ്. നമ്മുടെ യൂട്യൂബിലൊക്കെ ഉണ്ടാവുമല്ലോ ചാനൽ, ജിറാസിക് പാർക്ക്. അപ്പോൾ അതിൻ്റെ ആ ഒരു തീമിലാണ്. ഈ ഡൈനോസേഴ്സിനൊക്കെ ഇവർക്ക് ഭയങ്കര പേടി. അതുകൊണ്ട് കൊന്നാലും ഇവൾ ഈ ടെൻറ്റിൽ കയറത്തില്ല. അതുകൊണ്ട് തന്നെ ഇവക്ക് കുറുക്ക് കൊടുക്കണമെങ്കിലും ഫുഡ് കൊടുക്കണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും ഈ ഡൈനോസറിനെ കാണിച്ചാൽ ഇവൾ എന്ത് വേണമെങ്കിലും ചെയ്യത്തുള്ളൂ. അടക്കിയിരുത്തണമെങ്കിൽ ഇത് മതി. അപ്പോൾ ഈ ഒരു ടെൻറ്റിൻ്റെ കൂടെ ബാക്കി വരുന്ന ടോയ്സ് ഇതാണ് സംഭവം ടോയ്. ഇതാണ് സെറ്റ് ടോയിൻ്റെ കൂടെ ജിറാസിക് തീമിൽ വരുന്ന ഈ ഒരു ടെൻറ്റും ഉണ്ട്. ബാക്കിയുള്ള ടോയ്സൊക്കെ മുകളിലിരിക്കുകയാണ്. അപ്പോൾ ഈ ടെൻറ്റും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ അല്ലേ ഗൈസ്. കുറച്ച് ബോൾസ് ഉണ്ട്, അത് ഞാനിപ്പോൾ തൽക്കാലം ഇട്ടിട്ടില്ല. ഇതിങ്ങനെ മടക്കിയൊക്കെ വെക്കാം, നൂത്ത് വെക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്നതായതുകൊണ്ട് മടക്കിയാണ് വെക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. ബാക്കിയുള്ളതൊക്കെ മുകളിലിരിക്കുകയാണ്. ഇവളിപ്പോൾ കാണിക്കാനും അടക്കിയിരുത്താനും വേണ്ടിയിട്ട് ആ ടെൻറ്റ് മാത്രമേ നമ്മൾ പുറത്തെടുത്തിട്ടുള്ളൂ. ഇതാണ് സംഭവം. ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. നമ്മൾ ഗൾഫിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഞങ്ങളുടെ കൊച്ചൻ മേടിച്ചുകൊണ്ട് തന്നതാണ്. ഇതാണ് സംഭവം. 60 ബോൾസാണ് ഇതിനകത്ത് വരുന്നുണ്ടായിരുന്നത്. ഓരോ കളേഴ്സിലുള്ളതാണ്. നല്ല രസമാണ്. കുറച്ച് കഴിയുമ്പോൾ അല്ലേഴ്സിന് ആ പേടി പോവും, കുറച്ച് കഴിയുമ്പോൾ പേടി വരും. അങ്ങനെ വന്നും പോയി ഇരിക്കും. ഇപ്പോഴത്തേ അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് കൊണ്ട് വെച്ചപ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഞാൻ പേടിപ്പിക്കാനൊന്നും കൊണ്ടുവച്ചല്ല, ഞാൻ ഇതിനകത്ത് കയറി ഇരുന്നിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അങ്ങനെ എടുക്കാൻ പോകുന്ന സൈഡിൽ ഇരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം ഇതുപോലെ കെട്ടി വെക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അല്ലൂസ് ഭയങ്കര കരച്ചിലാണ്. ഞാൻ അവളെ എങ്ങനെയെങ്കിലും ഇതിനകത്തൊന്ന് കയറ്റാൻ നോക്കി, പക്ഷെ നടക്കുന്നില്ല. അവള് ഭയങ്കര കരച്ചിലാന്ന് വെച്ചാൽ ഭയങ്കര കരച്ചിലായിരുന്നു, സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ടെൻറ്റിൽ നിന്ന് ഇറങ്ങി വീഡിയോ പോയി ഓഫാക്കിയിട്ട് ടെൻറ്റെല്ലാം മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി ഒരുപാട് കരയിപ്പിച്ച് കഴിഞ്ഞാൽ അവൾ എന്നെ കരച്ചിൽ നിർത്തത്തില്ല, ഭയങ്കര ടെററാവും. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ടെൻറ്റ് എടുത്ത് താഴെ കളഞ്ഞു. ഇനിയിപ്പോൾ കരയണ്ടല്ലോ എന്നോർത്തിട്ട് എൻ്റെ പൊന്നോ ഇവളുടെ കൂടെ ഓടി ഞാനൊരു പരിവായി. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് കിടക്കാമെന്ന് വെച്ചാൽ അതും പറ്റില്ല. അവിടുന്നും എന്നെ എടുത്ത് ഓട്ടിച്ചു ഗൈസ്. എത്ര നേരം കരയണ്ടോ, ഭയങ്കര കരച്ചിലാണ്. പിന്നെ കുറേ ആക്ഷനൊക്കെ ഇട്ടിട്ട് കരയുന്നുണ്ടായിരുന്നു. ടെൻറ്റ് സൈഡിലാണെങ്കിലും ഇവളുടെ കരച്ചിൽ ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ ടെൻറ്റ് എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇനിയും കരയുമായിരുന്നു. സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് ടെൻറ്റ്. പിന്നെ ഇവിടെ ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ അവസാനം കരഞ്ഞിരുന്ന് കിടന്നു. കൈയൊക്കെ ഉറിഞ്ചി കാലൊക്കെ വിരിച്ച് വെച്ചും കിടന്നു. പിന്നെ ഞാനും പോയി കിടക്കാമെന്ന് വിചാരിച്ചു. ഇവളുടെ പുറകെ ഓടി ഞാനൊരു പരിവായി. കുറച്ചു നേരം ഞാനെ കളിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ എന്തൊക്കെയോ ചെയ്യുമായിരുന്നു. എന്തത് കാലൊക്കെ എടുത്ത് വെച്ച് മണ്ടയിലിടിക്കുന്നു. അമ്മേ ഷോ എൻ്റെ പൊന്ന് ഗായ്സ്, ഈ കാലിലെ ചവിട്ടൊക്കെ കിട്ടുമ്പോൾ അത് എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ആ വേദന. എന്നിട്ട് എന്തിനാണ് ഈ കൂടെ പോയി കിടക്കുന്നതെന്നായിരിക്കും. ഈ ചവിട്ട് കിട്ടുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വേദന എടുക്കുമെങ്കിലും പിന്നെയും ആ ചവിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ആളെ കൂടെ പോയി കിടക്കും. എൻ്റെ പൊന്നോ, മറ്റേ ചെണ്ട കൊട്ടില്ലേ, അതിനേക്കാളും രസമായിരുന്നു ഇവളുടെ കാല് വെച്ച് എൻ്റെ തലയിൽ കൊട്ടുമ്പം. കുറേയൊക്കെ ഈ കൊലുസ് വെച്ച് എൻ്റെ മൂക്കിലും കണ്ണിലൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും കണ്ടോ റബ്ബറും പോലെ കാല് നിവർന്നിങ്ങനെ വരുന്നത്. ഇതെങ്ങനെയപ്പാന്ന് ഞാൻ ഓർക്കണത്. പിന്നെ അതേ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും തിരിച്ച് റിവഞ്ച് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോഴത്തേക്കും കാല് പൊക്കിയിട്ടിട്ടായിരുന്നു ബാക്കിയുള്ള സർക്കസ്. എന്തൊക്കെയാണോ ആവോ. ഞാൻ പിന്നെ കാല് ഇങ്ങനെ പിടിച്ചങ്ങ് വെച്ച്, എന്നിട്ട് കൈ വെച്ചിട്ടായിരുന്നു അടുത്ത റിവഞ്ച്. എൻ്റെ പൊന്നോ, ഗുസ്തി കളിക്കുന്നതിനേക്കാളും കൂടുതൽ ഇവളുടെ കൂടെ വന്നിരിക്കുന്നതായിരുന്നു നല്ലതെന്നായിരുന്നു. എന്തായാലും ഞാൻ കുരുത്തക്കേട് കാണിക്കുമ്പം എനിക്കും ശരിക്കും കിട്ടാറുണ്ട്. ഇവളെ കാണിക്കുമ്പോൾ ശരിക്കും ഞാൻ ഇവൾക്കും കൊടുക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്കാണ് ഇവള് തന്നുകൊണ്ടിരിക്കുന്നത്. വെരി ഗുഡ്. അയ്യാ എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ പാവല്ലേ എന്നൊക്കെ ഞാൻ ഒരുപാട് അവളുടെ അടുത്ത് പറഞ്ഞു നോക്കി. എന്നാലും നടക്കില്ല, ഞാൻ എണീറ്റോളുണ്ടോന്ന്. ഇതൊക്കെ ഉള്ളടേ.
അയ്യോ, എങ്ങനെ ഇരുന്ന ഞാനാ എൻ്റെ കോലം ഇപ്പോൾ ഇതുപോലെയായി. മുടിയൊക്കെ പ്രാന്തിനെ കണക്കുമായി, പ്രാന്തികളെക്കാളും കഷ്ടമായി ഞാൻ. അങ്ങനെ മുടിയെല്ലാം വാരി പൊത്തി കെട്ടി വെച്ചു. എന്നാലും നിർത്തത്തില്ലല്ലോ, വീണ്ടും വീണ്ടും ചവിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ വേഗം തന്നെ മുടിയൊക്കെ കെട്ടി വെച്ചു. എന്നാലും അവിടെ നിന്ന് ഗുസ്തി കാണിക്കുന്നത് തീർന്നിട്ടില്ല. എന്തൊക്കെ ഗുസ്തിയാണോ കാണിക്കുന്നത്. വീണ്ടും ചവിട്ടുന്നത്. എത്ര കിട്ടിയാലും ഞാൻ മടുക്കത്തില്ലെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല കേസ്. അതാണ് കണ്ടോ, അവളുടെ ഇടയ്ക്ക് പോയിരുന്നു പിന്നെ ഞാൻ ആ ചവിട്ടടിക്കുകയാണ്. എന്തായാലും കൈയും കാലിനും മുഖത്തുമൊക്കെ നല്ല കിട്ടിയിട്ടുണ്ട്. അയ്യോ, എനിക്ക് ചിരി വരുന്നത് കേസ്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അയ്യോ, അടിയടിയൊക്കെ കൊണ്ടിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടോട്ട് കിടന്ന് ചിരിക്കുകയാണ്. എനിക്കിതൊക്കെ കാണുമ്പോൾ സത്യം ചിരി വരുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാത്തത് എനിക്ക് ഫസ്റ്റ് ടൈമിൽ എക്സാം സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം 27-ാം തീയതി, ഓഗസ്റ്റ് 27-ാം തീയതി തൊട്ട് സെപ്റ്റംബർ ഈ മാസം 4-ാം തീയതി വരെയായിരുന്നു. ഇപ്പോൾ എക്സാം കഴിഞ്ഞു. അപ്പോൾ ഇനി റിസൾട്ട്സൊക്കെ വരണം. എനിക്ക് മാത്സിൻ്റെ ഒരു എണ്ണത്തിൻ്റെ റിസൾട്ട് വന്നു. ഒരു സബ്ജക്റ്റിൻ്റെ എനിക്ക് 40/40 40/40 മാർക്സ് വരുന്നത്. ബാക്കിയുള്ളതിൻ്റെ മാർക്സൊക്കെ ഉണ്ട്. അപ്പം 40 ഫസ്റ്റ് ടേമിനൽ എക്സാമിൻ്റെ എല്ലാ മാർക്സും വരുന്നത്. പിന്നെയും ഞാൻ എല്ലൂസിൻ്റെ കൂടെ തല്ലുകൂടുവാണ് കേട്ടോ. ഈ വെക്കേഷൻ ഓണത്തിൻ്റെ ഈ എക്സാമൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇന്നെന്തായാലും എല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. മിനി വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം മിനി വ്ളോഗൊക്കെ കഴിഞ്ഞ് ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു ആണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ കുറേ നേരം അവളെ കളിപ്പിച്ചു, ചിരിപ്പിച്ചു. അയ്യോ, എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്, അടിപൊളിയായിരുന്നു. ഇവളുടെ കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവൾ എത്ര ഉപദ്രവിച്ചാലും ഇവളുടെ കൂടെ ഇരിക്കണം, നടക്കണം. അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പം എന്തായാലും നിങ്ങളെയും കൂടി ഇനി ബോറടിപ്പിക്കാണ്ട് വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇവളെയും കൊണ്ട് ഒന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഒരു വേഗത്തിൽ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായിരിക്കും. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്ക് പ്രസ് ചെയ്യാനും മറക്കരുത്. അല്ലൂസാണെങ്കിൽ അടങ്ങിയിരിക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ പറയുകയാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്ക് കൂടെ പ്രസ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്ക് ഒന്ന് അടിച്ച് പറത്തി പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അല്ലൂസ് വരുന്നേ ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ള റിവഞ്ചും കൂടി ഞാൻ ഇവളുടെ അടുത്ത് തീർക്കട്ടെ ഗൈസ്.